കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷം നമ്മൾ കണ്ടു കാട്ടാക്കടയിലും അതുപോലെ മലപ്പുറത്തും 2 കുട്ടികൾ സൂയിസൈഡ് ചെയ്ത കാര്യം. പാരന്റ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് അമിതമായിട്ടുള്ള ഈ പറയുന്ന ഗാഡ്ജറ്റ് ഉപയോഗം അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ എന്താ പറയാ, അവർക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് തീരെ ഇല്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അവർക്ക് ആരോട് ഏത് രീതിയിൽ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, അവരുടെ ഇമോഷൻസ് ഒക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള യാതൊരു ധാരണയും ഉണ്ടാവില്ല. അവര് പലപ്പോഴും അമിതമായിട്ട് വാശി കാണിക്കുക, ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്ന് തന്നെ പറയേണ്ടി വരും. പാരന്റ്സിനെ ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണുന്ന റീൽസ് ആയാലും അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിംസ് ഒക്കെ ആണെങ്കിലും വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്. അപ്പോൾ അവരുടെ അറ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബ്രെയിൻ ഫോഗിങ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന ഇമോഷണൽ കൺട്രോൾ തീരെ ഇല്ലാതെ വരുന്നത്. പാരന്റ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു റൊട്ടീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു ഡെയിലി റൊട്ടീൻ തീർച്ചയായും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ അവർക്ക് അവരെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഫോണും അല്ലെങ്കിൽ ഗാഡ്ജറ്റുകളും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അവരെന്താണ് കാണുന്നത്, എത്ര സമയം അത് കാണുന്നുണ്ട് എന്നുള്ളൊരു കംപ്ലീറ്റ് നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. ഒപ്പം തന്നെ നല്ല ക്വാളിറ്റി സമയം കുടുംബത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കുട്ടികളുമായിട്ട് നല്ല സമയം ചെലവഴിക്കുക, പുറത്തു പോവുക, സോഷ്യലൈസേഷൻ കുറച്ചും കൂടി. ഇപ്പൊ പഴയ കാലത്തൊക്കെ നോക്കുവാണെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവനെ കേൾക്കാനും അവനെ ആശ്വസിപ്പിക്കാനും നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഗ്രാൻഡ് പാരന്റ്സ് ആയാലും നമ്മുടെ മറ്റ് റിലേറ്റീവ്സ് ഒക്കെ ആയാലും. ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇല്ലാത്തത് കൊണ്ട് അവർ ഈ പറയുന്ന പോലെ ഈ ഗാഡ്ജറ്റുകളിലാണ് ഒരു വലിയൊരു കംഫർട്ടായിട്ട് കാണുന്നത്, അവരുടെ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്കൊരു റൊട്ടീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഡെയിലി റൊട്ടീൻ. ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടി നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആർട്സ്, കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് പോലെ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ കുറച്ച് എനർജിയൊക്കെ ബേൺ ഔട്ട് ആവുകയും അവർ കുറച്ചും കൂടി എന്താ പറയുക സോഷ്യലൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഈ ഫോണും അല്ലെങ്കിൽ ടാബ്ലറ്റും ഒക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അവരൊരു കംഫർട്ട് സോണിൽ അങ്ങനെ തന്നെ ആയി പോവുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈ പറയുന്ന എക്സസ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ഉപയോഗം ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ അത് തീർച്ചയായിട്ടും അത് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് എപ്പോഴെങ്കിലും ആസ് എ പാരന്റ് അത് കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു വിദഗ്ധ സഹായം അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം തേടേണ്ടതാണ്.